ഹായ് ഫ്രണ്ട്സ്, മിക്കി അനിമയുടെ പുതിയ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെ വിലങ്ങാട് ഉള്ള ഒരു കരുകുളം വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക്. ഇപ്പോൾ ഏകദേശം സമയം 2:30-3 മണിയായി കാണും. അപ്പം മഴയ്ക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങാഞ്ഞത്. അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇതാണ് പുതിയ കോൺക്രീറ്റ് റോഡ്. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇതിൽ കൂടി ഇഴഞ്ഞു വരേണ്ട അവസ്ഥയായിരുന്നു, നടന്ന് വന്നത്. ആ റോഡാണിത്. ഫ്രണ്ട്സ് പറയാൻ മറന്നു കേട്ടോ, ഇവളുടെ വീട് വയനാടാണ്. അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3 മാസം. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ഈ റോഡ് ഫുള്ള് കോൺക്രീറ്റ് ഉണ്ടായിരുന്നില്ല, ഫുള്ള് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് താഴേന്ന് മേലെ വരെ നടക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ മലയോര പ്രദേശമാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ വയനാട് ചുരമൊക്കെ ഇതൊക്കെയാണ് ചുരം എന്ന് പറയുന്നത്. നമ്മൾ അന്ന് വാഴമല പോയപ്പോൾ കണ്ട വ്യൂ ആണ് ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ. ആ ബിൽഡിങ് അത് BSFിൻ്റെ കേന്ദ്രമായിട്ട്, അരീക്കരക്കുന്ന് BSF കേന്ദ്രമാണ് മേലെ കണ്ട ബിൽഡിങ്. നമുക്ക് നമ്മളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വയനാടേക്ക് ഒന്ന് പോകണം അല്ലേ. വയനാട് പോയിട്ട് വയനാട് കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് ഇന്ന് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട്, സമയം തീരെ കുറവാല്ലേ. അപ്പം ആഴ്ചയിൽ കുറേ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ വീഡിയോ എടുക്കാൻ പോകാനുള്ള സമയമില്ല. അതെ, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ശനിയും ഞായറും മാത്രം കിട്ടും. ചില സമയങ്ങളിൽ ശനിയാഴ്ചയും വർക്ക് ഉണ്ടാവും അല്ലേ. അതെന്താ സംഭവം എന്നറിയാം, ഇവിടുന്ന് ഇനി നമുക്ക് ഷോർട്ട് പോവുകയാണെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ റോഡ് എളമ്പ റോഡാണ്. എളമ്പ റോഡ് വഴി നമ്മൾക്ക് നേരെ കുറച്ചൊരു ഷോർട്ട്, അത്യാവശ്യം കുറച്ചൊരു കട്ട് റോഡുണ്ട്, കുറച്ചൊരു ഓഫ് റോഡിങ് ആണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ. അതിലേ അങ്ങ് പോവാം. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അധികം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അധികം നമ്മൾ പുറത്തേക്ക് പോകണ്ട. ഓക്കെ. ഫ്രണ്ട്സ്, നമ്മളെ ഇപ്പോൾ അപ്പുറത്തെ വഴി ഒരു ഷോർട്ട് വഴി ചാടാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒരു രക്ഷയില്ല. അവിടെ ചെറിയൊരു തോടുണ്ട്, ആ തോട്ടിൽ ഭയങ്കര വെള്ളം, വണ്ടി കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് യാദൃശ്ചികമായിട്ടൊരു മയിലിനെ കണ്ടല്ലേ. എങ്ങനെയുണ്ട്? പീലിയുള്ള നല്ല ആൺമയിലിനെ പീലി ഉണ്ടാവും അല്ലേ. പീലിയുള്ള മയിലിനെ കണ്ടു. അപ്പം ഏകദേശം ഇത് കരുകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് കരുകുളം. ഫ്രണ്ട്സ്, അതിനിടയിലേ നല്ല ഒരു മഴ പെയ്തു. നല്ല മഴയായതുകൊണ്ട് കുറച്ച് സമയം കയറി നിൽക്കേണ്ടി വന്നു. കോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ പോകുന്ന വഴിയിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ. പോകുന്ന വഴിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് താഴോട്ട് നടക്കണം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് താഴോട്ട് നടക്കണം. ഓക്കെ, സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിനിടയിൽ നമ്മളെ ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയത് കൊണ്ട് സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ട് വേഗം പോരാ അല്ലേ. കണ്ടിട്ട് വേഗം പോരാ. ഓക്കെ.
ഇതാണ് ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാട്ടോ അത്. കരികുളത്താണ് ലൊക്കേഷൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ വലിയ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. പൊളി സൗണ്ട്. വാവ്, ആൾക്കാരുണ്ടോയെന്നറിയില്ല. പൊളി സാധനം. ആൾക്കാരുണ്ട്. വെറുതെ അവിടം വരെ ഇറങ്ങാം. അടുത്തൊന്നും വേണ്ട, സ്റ്റാൻഡ് കയറ്റി വെച്ചാൽ മതി. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കില്ല. പൊളിയാണ്. നമ്മൾ താഴെ ഇറങ്ങാം. പൊളി, അടിപൊളി കേട്ടോ. നല്ല മഴ കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടാലറിയാം, ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഭയങ്കര കാറ്റാണ്. നോക്കിയാൽ കുറേ പേരുണ്ട് ഇവിടെ. പൊളിയാണ് കേട്ടോ, അടിപൊളി സ്ഥലം. എങ്ങനെ നോക്ക്, അടിപൊളിയല്ലേ? ഇത് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് ഭയങ്കര വെള്ളം വരുന്നുണ്ട്. അത് എത്തിയില്ല അല്ലേ? അതിൻ്റെ അടിയിൽ പോകണം അല്ലേ? എന്നെയും കൂടെ എടുക്കും. സെൽഫി എടുക്കണ്ട. അടിപൊളിയായിട്ടാ, നല്ല അടിപൊളി. നല്ല അടിപൊളി കാറ്റ്. നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെള്ളം കൂടുതലാണ് അല്ലേ? വേറൊരു ദിവസം വെള്ളം കുറയുമ്പോൾ നമുക്ക് വരാം, എന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എന്തായാലും ലൈക്കും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ.